ആശമാരുടെ രാപ്പകൽ സമരയാത്രയിൽ പങ്കാളികളായി അണ്ണാ-ഡി-എച്ച്-ആർ പാർട്ടി. വാർത്തകൾ വിശദമായി. ഓണറ്റേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയിൽ അണ്ണാ-ഡി-എച്ച്-ആർ പാർട്ടിയും പങ്കാളികളായി. പത്തനംതിട്ട കൊടുമണിൽ നടന്ന യോഗത്തിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം അശ്വതി ബാബു സംസാരിച്ചു. രൂക്ഷമായ തൊഴിലില്ലായ്മയുടെയും വിലക്കയറ്റത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ആശാവർക്കർമാരുടെ കൂലി വർധന ന്യായമാണെന്നും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഇടതു സർക്കാർ തൊഴിലാളി ദ്രോഹ സർക്കാരായി ചരിത്രം രേഖപ്പെടുത്തുമെന്നും അശ്വതി ബാബു പറഞ്ഞു. നമുക്കറിയാം, 4 മാസത്തോളമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കൽ, അതോടൊപ്പം തന്നെ പെൻഷൻ കൊടുക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം കിടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലെ 14 ജില്ലകളിലും പര്യടനം നടത്തിക്കൊണ്ട് ഈ ആശാ പ്രവർത്തകരുടെ യാത്ര ഇങ്ങ് പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ പ്രദേശത്ത് വന്നെത്തി നിൽക്കുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും അറിയില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളെ ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ആരോഗ്യപരമായിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ആശാപ്രവർത്തകരുടെ കയ്യിലുണ്ട്. ആ കൊറോണ നിൽക്കുന്ന സമയത്തും ക്വാറന്റൈൻ നിലനിൽക്കുന്ന സമയത്തും അവരുടെ കുടുംബവും ജീവിതവും പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സാധാരണ ജനസമൂഹത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അവര് കഷ്ടപ്പാടുകൾ അനുഭവിച്ചത്. എന്നിരുന്നാലും ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയുന്നത് പോലെ നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലും നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്. LDF സർക്കാർ പറഞ്ഞത് LDF വരട്ടെ, എല്ലാം ശരിയാക്കി തരാമെന്നുള്ളത്. ഇപ്പൊ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ സാഹചര്യത്തിൽ 4 മാസത്തോളമായി ഈ സമരം ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഖജനാവിൽ ഫണ്ടില്ല, പുതിയ പദ്ധതികളിൽ സാമ്പത്തികമില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു അവഗണന നമ്മളിലേക്ക്, ആശാപ്രവർത്തകരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനസമൂഹം ഒരു രീതിയിലും മുൻപന്തിയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അടൂരിൽ നടന്ന പത്തനംതിട്ട ജില്ലാതല സമാപന യോഗത്തിൽ അണ്ണാ-ഡി-എച്ച്-ആർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശിവകാമി പത്തനംതിട്ട പിന്തുണയർപ്പിച്ചു സംസാരിച്ചു. അധ്വാനിക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം കുനിക്കുന്ന സർക്കാർ കോർപ്പറേറ്റുകളുടെ സർക്കാരാണെന്നും ആരോഗ്യരംഗത്തെ ഒഴിച്ചുകൂടാനാവാത്ത വിഭാഗമായ ആശാവർക്കർമാരുടെ സമരത്തിന്റെ വിജയത്തിനായി അവസാനം വരെ അണ്ണാ-ഡി-എച്ച്-ആർ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും ശിവകാമി പത്തനംതിട്ട അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ബോധി വിഷൻ.